ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്കിംഗ് അറ്റ് മേഫ്ലവർ. ഇന്ന് നമുക്കൊരു ഇൻസ്റ്റന്റ് റവ ഇഡ്ഡലി ഉണ്ടാക്കാം. എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. ഇനി നമുക്ക് റവ ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് റവയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ റവ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സാധാരണ ഉപ്മാവ് ഉണ്ടാക്കുന്ന റവയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് തൈര് ഇട്ട് കൊടുക്കാം. തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി ഒരു 20 തൊട്ട് 30 മിനിറ്റ് വരെ നമുക്ക് മാറ്റി വെക്കാം. കടുക്, കറിവേപ്പില, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, കശുവണ്ടി. ഇനി വേണ്ടത് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്. ഇത് സോഡാപ്പൊടിയാണ്. സോഡാപ്പൊടി ഒരു 1/4 ടീസ്പൂണും 1/4 ടീസ്പൂണിന്റെ പകുതിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. എണ്ണ, ഉപ്പുപൊടി, ആവശ്യത്തിന് വെള്ളം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ് ചേർത്ത് നല്ലതുപോലെ വഴറ്റാം. പരിപ്പിന്റെ കളറൊന്ന് മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് കശുവണ്ടി ചേർത്ത് വഴറ്റാം. ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് വഴറ്റണം. ഇപ്പോൾ പരിപ്പെല്ലാം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റാം. ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒരു മൂത്ത മണം വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇപ്പോൾ റവയും തൈരും മിക്സ് ചെയ്ത് വെച്ചിട്ട് 30 മിനിറ്റ് കഴിഞ്ഞ് ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. കൂടുതൽ വെള്ളമൊന്നും ഇട്ട് കലക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇഡ്ഡലി മാവിന്റെ പാകത്തില് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ബാറ്റർ ഈ കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാനായിട്ട്. കൂടുതൽ വെള്ളം പോലെ ആകാനും പാടില്ല, കൂടുതൽ തിക്കായി പോകാനും പാടില്ല. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലി ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ഇഡ്ഡലി തട്ടിലേക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ച് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കണം. ഇനി ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ മുകളിലേക്ക് ഇഡ്ഡലി തട്ട് വെച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മാവ് ഒരു സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചു കൊടുക്കാം. മാവ് കൂടുതൽ നിറച്ചൊഴിക്കേണ്ട, ഒരു 1/4 ഭാഗം വെച്ച് ഒഴിച്ചാൽ മതി. ഇനി അടുത്ത തട്ട് വെച്ച് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എല്ലാ മാവും ഒഴിച്ചു കഴിഞ്ഞ് ഏകദേശം ഇത് ഒരു 13 ഇഡ്ഡലിക്കുള്ള മാവ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങണം. ആവി വന്നു കഴിഞ്ഞ് അത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊരു 10-15 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇപ്പോൾ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്
ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വെന്തിട്ടുണ്ടെന്ന് തുറന്നു നോക്കാം. വെന്തിട്ടുണ്ടോന്ന് നമുക്കൊരു കത്തി കൊണ്ട് കുത്തി നോക്കാം. കത്തിയിലൊന്നും ഒട്ടിപ്പിടിക്കാനുള്ള പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് മൂടി വെക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇഡ്ലിയുടെ ചൂടൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റിയുമായ റവ ഇഡ്ഡലി റെഡിയായി കഴിഞ്ഞാൽ ഇത് നമുക്ക് ചൂടോടുകൂടെ സാമ്പാർ, ചട്നി ഇവയുടെ കൂടെ എല്ലാം കൂട്ടി കഴിക്കാവുന്നതാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇത് ബാച്ചിലേഴ്സിനും ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല റെസിപ്പിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.